നിങ്ങളുടെ ചിന്ത തന്നെയാണ് നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ സൃഷ്ടിക്കുന്നത് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വെറും നിങ്ങളുടെ ചിന്തകളുടെ ശക്തി കൊണ്ട് നിങ്ങളുടെ ജീവിതം, പണം, ബന്ധങ്ങൾ, കരിയർ, എന്തിന് നിങ്ങളുടെ വിധി പോലും മാറ്റാൻ കഴിയുമെന്ന് പറഞ്ഞാൽ ലോകപ്രശസ്ത ആത്മീയ ഗുരുവായ ഡോക്ടർ വെയ്ൻ ഡയർ തെളിയിച്ച ആ സത്യമറിയാൻ നിങ്ങൾ തയ്യാറാണോ? ഇന്നത്തെ ഈ വീഡിയോ നിങ്ങളുടെ ചിന്താഗതിയും നിങ്ങളുടെ വിശ്വാസവും നിങ്ങളുടെ വിധിയുമെല്ലാം മാറ്റിമറിക്കാൻ പോവുകയാണ്. നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അതുതന്നെ സംഭവിക്കും. കാരണം നിങ്ങൾ പുറത്തേക്ക് വിടുന്ന വൈബ്രേഷൻ എന്താണോ അതുതന്നെയാണ് നിങ്ങൾ ആകർഷിക്കുന്നത്. വരൂ, വെയ്ൻ ഡയറിന്റെ ഏറ്റവും ശക്തമായ പാഠങ്ങളിലൂടെയും ലോ ഓഫ് അട്രാക്ഷന്റെ ഏറ്റവും ആഴത്തിലുള്ള രഹസ്യങ്ങളിലൂടെയും നമുക്ക് സഞ്ചരിക്കാം. ഭാഗം 1. ആരായിരുന്നു ഡോക്ടർ വെയ്ൻ ഡയർ? വെറുമൊരു എഴുത്തുകാരനോ മോട്ടിവേഷണൽ സ്പീക്കറോ മാത്രമായിരുന്നില്ല. മനുഷ്യബോധത്തിന്റെ അതിരുകൾ ലംഘിച്ചുകൊണ്ട് ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതം മാറ്റിമറിച്ച വ്യക്തിയാണദ്ദേഹം. 1940 മെയ് 10 അദ്ദേഹത്തിന്റെ ജനനം. അദ്ദേഹത്തിന്റെ കുട്ടിക്കാലം നിറയെ പോരാട്ടങ്ങളായിരുന്നു. ഒരു അനാഥാലയത്തിലാണ് അദ്ദേഹം വളർന്നത്. പക്ഷെ ഒരിക്കൽ പോലും അദ്ദേഹം തന്നെ ഒരു ഇരയായി കണ്ടില്ല. അദ്ദേഹം പറഞ്ഞു, സ്വയം ഒരു ഇരയായി കാണുന്നിടത്തോളം കാലം നിങ്ങൾക്കൊരിക്കലും ഒരു വിജയിയാകാൻ കഴിയില്ല. ഡോക്ടർ ഡയർ 40-ലധികം പുസ്തകങ്ങൾ എഴുതി. അതിൽ പലതും ന്യൂയോർക്ക് ടൈംസ് ബെസ്റ്റ് സെല്ലറുകളായി. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ പുസ്തകമായിരുന്നു ദ പവർ ഓഫ് ഇന്റൻഷൻ. നിങ്ങളുടെ ഉദ്ദേശ്യങ്ങളാണ് നിങ്ങളുടെ യാഥാർത്ഥ്യം സൃഷ്ടിക്കുന്നത് എന്ന് അതിൽ അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ വാചകത്തിൽ അദ്ദേഹം പറഞ്ഞു, യു ഡോണ്ട് അട്രാക്ട് വാട്ട് യു വാണ്ട്, യു അട്രാക്ട് വാട്ട് യു ആർ. ഇതിന്റെ അർത്ഥം ആഴത്തിൽ മനസ്സിലാക്കൂ. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പ്രപഞ്ചം നിങ്ങൾക്ക് നൽകണമെങ്കിൽ നിങ്ങൾ ഉള്ളിൽ നിന്ന് അതിന് അർഹനായി മാറണം. നിങ്ങൾക്ക് സമ്പന്നനാകണം എന്നുണ്ട്. പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ ഭയമാണെങ്കിലോ, സംശയമാണെങ്കിലോ, അല്ലെങ്കിൽ എനിക്കതിന് യോഗ്യതയില്ല എന്ന ചിന്തയാണെങ്കിലോ, എങ്കിൽ നിങ്ങൾ പ്രപഞ്ചത്തിന് നൽകുന്ന സിഗ്നൽ ഇല്ലായ്മയുടേതാണ്, അല്ലാതെ സമൃദ്ധിയുടേതല്ല. അതായത് നിങ്ങളുടെ ഉള്ളിൽ ഭയം, അസ്വസ്ഥത, എന്റെ കയ്യിൽ അതില്ലല്ലോ എന്ന ചിന്ത എന്നിവയാണെങ്കിൽ നിങ്ങൾ കൂടുതൽ പരാജയങ്ങളെയും തടസ്സങ്ങളെയും മാത്രമേ ആകർഷിക്കൂ. എന്നാൽ നിങ്ങൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലും നന്ദിയിലും ഞാനിതിന് യോഗ്യനാണ് എന്ന ചിന്തയിലുമാണ് വൈബ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ പ്രപഞ്ചം അതേ ഊർജ്ജത്തിൽ നിങ്ങൾക്ക് മറുപടി നൽകും. കാരണം ഓർക്കുക, പ്രപഞ്ചം കേൾക്കുന്നത് നിങ്ങളുടെ വാക്കുകളെയല്ല, നിങ്ങളുടെ കമ്പനത്തെയാണ്, അഥവാ വൈബ്രേഷനെയാണ്. ഭാഗം 2. എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ? വെയ്ൻ ഡയർ പറയുന്നു, ലോ ഓഫ് അട്രാക്ഷൻ എന്നത് വെറുമൊരു ആഗ്രഹചിന്തയോ പോസിറ്റീവ് ചിന്തയോ മാത്രമല്ല. അത് ഗുരുത്വാകർഷണം പോലെ തന്നെ ശക്തമായ ഒരു ദൈവിക പ്രപഞ്ച നിയമമാണ്. ഈ പ്രപഞ്ചം നിർമ്മിച്ചിരിക്കുന്നത് കേവലം പദാർത്ഥങ്ങൾ കൊണ്ടല്ല, മറിച്ച് അതൊരു വലിയ ഊർജ്ജമണ്ഡലമാണ്. ഓരോ ചിന്തയും, ഓരോ വികാരവും, ഓരോ ഉദ്ദേശ്യവും ഒരു പ്രത്യേക ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യുന്നു. വെയ്ൻ ഡയർ പറയുന്നു, ഈ പ്രപഞ്ചം മുഴുവൻ ഊർജ്ജമാണ്. നിങ്ങൾക്ക് വേണ്ട കാര്യത്തിന്റെ ഫ്രീക്വൻസിയുമായി നിങ്ങൾ ഒത്തുചേർന്നാൽ അത് നിങ്ങളിലേക്ക് വരാതിരിക്കില്ല. നിങ്ങളൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ ചിന്ത നിങ്ങളുടെ തലച്ചോറിൽ നിന്ന് ഇലക്ട്രിക്കൽ സിഗ്നലുകളായി പുറത്തേക്ക് വരുന്നു. ഈ സിഗ്നലുകൾ നിങ്ങളുടെ വികാരങ്ങളെ ഉണർത്തുന്നു. ഇത് നിങ്ങളുടെ ഉള്ളിൽ ഒരു പ്രത്യേകതരം ഊർജ്ജമുണ്ടാക്കുകയും ആ ഊർജ്ജം പ്രപഞ്ചത്തിലേക്ക് വ്യാപിക്കുകയും ചെയ്യുന്നു. ഈ ഫോർമുല മനസ്സിലാക്കൂ. ചിന്തകൾ, കൂടുതൽ വികാരങ്ങൾ, കൂടുതൽ ഫ്രീക്വൻസി, കൂടുതൽ ആകർഷണം, കൂടുതൽ യാഥാർത്ഥ്യം. അതായത് നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങളുടെ വികാരങ്ങളാകുന്നു. നിങ്ങളുടെ വികാരങ്ങൾ നിങ്ങളുടെ ഊർജ്ജമാകുന്നു. ആ ഊർജ്ജം നിങ്ങളുടെ ഭാവിയെ ആകർഷിക്കുന്നു. അതുകൊണ്ട് എന്റെ കയ്യിൽ പണമില്ല, എന്നെ ആർക്കും മനസ്സിലാകുന്നില്ല, എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് നിങ്ങൾ എപ്പോഴും ചിന്തിച്ചാൽ ആ വാക്കുകളല്ല, മറിച്ച് അതിന് പിന്നിലെ വൈബ്രേഷനാണ് പ്രപഞ്ചത്തിലെത്തുന്നത്. അപ്പോൾ പ്രപഞ്ചം പറയും, ശരി, നിന്റെ വൈബ്രേഷൻ പറയുന്നത് നിന്റെ കയ്യിൽ ഒന്നുമില്ല എന്നാണ്. എങ്കിൽ ഇല്ലായ്മ തന്നെ നിനക്ക് കൂടുതൽ നൽകാം. അതുകൊണ്ടാണ് പലരും പറയുന്നത്, ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്, എന്റെ സ്വപ്നം നടക്കാൻ, പക്ഷേ നടക്കുന്നില്ല എന്ന്. അവർ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ അവരുടെ വൈബ്രേഷൻ ഇല്ലായ്മയിലാണ് നിൽക്കുന്നത്. എന്നാൽ നിങ്ങളിങ്ങനെ ചിന്തിച്ചു നോക്കൂ, ഞാൻ യോഗ്യനാണ്, പണം എന്നിലേക്ക് ഒഴുകി വരുന്നു, പ്രപഞ്ചം എന്നെ സഹായിക്കുന്നു, എന്റെ ജീവിതം മാറ്റാനുള്ള ശക്തി എനിക്കുണ്ട്. അപ്പോൾ നിങ്ങളുടെ മനസ്സും ശരീരവും ആത്മാവും നന്ദിയിലും സമൃദ്ധിയിലും വളർച്ചയിലും വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ പ്രപഞ്ചം പറയും, അതെ, ഇയാൾ സ്വീകരിക്കാൻ തയ്യാറാണ്, ഇയാൾക്ക് വിജയവും സ്നേഹവും പണവും അവസരങ്ങളും അയക്കൂ. വെയ്ൻ ഡയറിന്റെ ഏറ്റവും ആഴമേറിയ സന്ദേശം ഇതാണ്: നിങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നുവോ അങ്ങനെ തന്നെ ആയിത്തീരും. ഇതൊരു കവിതയല്ല, ഇതൊരു ക്വാണ്ടം റിയാലിറ്റി തത്വമാണ്. അതുകൊണ്ട് നിങ്ങൾ കഷ്ടപ്പാടിലാണെങ്കിൽ പോലും ഞാൻ യോഗ്യനാണ്, ശക്തനാണ്, സ്നേഹിക്കപ്പെടുന്നവനാണ്, സമ്പന്നനാണ് എന്ന് വിശ്വസിച്ചാൽ പ്രപഞ്ചം അത് സത്യമാക്കി മാറ്റും. നിങ്ങൾ പ്രപഞ്ചത്തോട് യാചിക്കുകയല്ല, മറിച്ച് നിങ്ങൾ ആരാണെന്ന് പ്രപഞ്ചത്തിന് സിഗ്നൽ നൽകുകയാണ്. പ്രപഞ്ചം മറുപടി നൽകുന്നു, നീ ആരാണോ അത് തന്നെ ഞാൻ നിനക്ക് തിരിച്ചു തരും. ഭാഗം 3. വെയ്ൻ ഡയറിന്റെ 5 ശക്തമായ പാഠങ്ങൾ. 1.
നിങ്ങൾ ദിവസം മുഴുവൻ എന്താണോ ചിന്തിക്കുന്നത് അതുതന്നെയായി നിങ്ങൾ മാറുന്നു. വെയ്ൻ ഡയറിന്റെ ഈ വരിയിൽ ജീവിതത്തിന്റെ ഏറ്റവും വലിയ രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ട്. നിങ്ങളുടെ ചിന്തകൾ വെറും കാറ്റിൽ പറക്കുന്ന വാക്കുകളല്ല, നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ രൂപപ്പെടുത്തുന്ന ക്രിയേറ്റീവ് ശക്തികളാണവ. നിങ്ങൾ ദിവസം മുഴുവൻ ഞാൻ ദുർബലനാണ്, നിർഭാഗ്യവാനാണ്, വിഷമത്തിലാണ് എന്ന് ചിന്തിച്ചാൽ അതാണ് നിങ്ങളുടെ ഊർജ്ജമായി മാറുന്നത്. പ്രപഞ്ചം അതേ ഊർജ്ജം നിങ്ങൾക്ക് തിരിച്ചു നൽകുന്നു. എന്നാൽ ഞാൻ ശക്തനാണ്, ഞാൻ യോഗ്യനാണ്, ഞാൻ ആഗ്രഹിക്കുന്നതെന്തും നേടാൻ എനിക്ക് അർഹതയുണ്ട് എന്ന് പൂർണ്ണ വിശ്വാസത്തോടെ ചിന്തിച്ചാൽ പ്രപഞ്ചം ആ വിശ്വാസത്തെ മാനിക്കുന്നു. നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങളുടെ ഭാവിയുടെ വിത്തുകൾ. അതുകൊണ്ട് ശ്രദ്ധിച്ച് ചിന്തിക്കൂ, കാരണം അതാണ് നിങ്ങളുടെ ലോകമായി മാറുന്നത്. 2. ഒന്നിന്റെയും പിന്നാലെ പായരുത്, ആകർഷിക്കുക. വെയ്ൻ ഡയറിന്റെ രണ്ടാമത്തെ തത്വം ഇതാണ്: പിന്നാലെ ഓടരുത്, ആകർഷിക്കുക. വിജയത്തിന് പിന്നാലെ ഓടാനാണ് ലോകം നിങ്ങളെ പഠിപ്പിക്കുന്നത്. എന്നാൽ വെയ്ൻ ഡയർ പറയുന്നു, നിയന്ത്രിക്കാനുള്ള ആഗ്രഹം വിട്ടുകളയൂ, പ്രപഞ്ചത്തിന്റെ ഒഴുക്കിനെ വിശ്വസിക്കൂ. നിങ്ങൾ കാര്യങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ അവിടെ ഒരു തടസ്സം സൃഷ്ടിക്കുകയാണ്. ഈ തടസ്സം കാര്യങ്ങൾ നടക്കുന്നത് തടയുന്നു. മറുവശത്ത് നിങ്ങൾ പ്രപഞ്ചത്തിന്റെ ഒഴുക്കിന് സ്വയം വിട്ടുകൊടുക്കുമ്പോൾ, പ്രപഞ്ചം നിങ്ങളുടെ ഏറ്റവും നല്ലതിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്ന് വിശ്വസിക്കുമ്പോൾ കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ നിങ്ങളിലേക്ക് വരുന്നു. നിങ്ങൾ ടെൻഷനിലല്ല, മറിച്ച് അലൈൻമെന്റിലാകുമ്പോഴാണ് ലോ ഓഫ് അട്രാക്ഷൻ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് സ്വയം ചേസിംഗിൽ നിന്ന് പുറത്തുവരൂ, ഒരു കാന്തം പോലെയാകൂ. ശാന്തമായി വിശ്വാസത്തോടെ ആകർഷിക്കുക. 3. കാണുന്നതിനു മുൻപേ അത് അനുഭവിക്കുക. വെയ്ൻ ഡയർ പറയുന്നു, നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയാത്ത ഒന്നിനെ നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. വിഷ്വലൈസേഷൻ നല്ലൊരു ടൂളാണ്, പക്ഷെ അതിനേക്കാൾ പ്രധാനം ഫീലിംഗ് ആണ്. ഒരു കാര്യം ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്ന് തോന്നും വിധം അത് അനുഭവിക്കണം. അപ്പോൾ നിങ്ങളുടെ ഫ്രീക്വൻസിയെ ആ യാഥാർത്ഥ്യത്തിന് തുല്യമാക്കാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങൾക്ക് സമ്പന്നമായ ജീവിതം വേണമെങ്കിൽ ആ സമ്പന്നത ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളിൽ അനുഭവിക്കണം. ഈ നിമിഷം മുതൽ അത് നിങ്ങൾക്ക് ലഭിച്ചതായി കരുതുക. സമ്പന്നനായി, ആരോഗ്യവാനായി, സ്നേഹിക്കപ്പെടുന്നവനായി ഇപ്പോൾ തന്നെ അനുഭവിക്കുക. കാരണം നിങ്ങളുടെ വികാരങ്ങളാണ് നിങ്ങളുടെ ഫ്രീക്വൻസി. 4. ഈഗോയിൽ നിന്ന് ഉന്നതമായ ആത്മാവിലേക്ക് മാറുക. ഈഗോ പറയുന്നു, എനിക്ക് ഒന്നുമില്ല, എനിക്ക് ലോകത്തിന്റെ അംഗീകാരം വേണം, എനിക്ക് എന്തെങ്കിലും തെളിയിക്കണം. എന്നാൽ ഉന്നതമായ ആത്മാവ് പറയുന്നു, ഞാൻ നേരത്തെ തന്നെ പൂർണ്ണനാണ്, എനിക്കൊന്നുമാകേണ്ടതില്ല. ഞാൻ ആരാണെന്ന് സ്വയം ഓർമ്മിപ്പിക്കേണ്ട ആവശ്യം മാത്രമേയുള്ളൂ. വെയ്ൻ ഡയർ ജീവിതകാലം മുഴുവൻ ഈ മാറ്റത്തെക്കുറിച്ചാണ് സംസാരിച്ചത്. ഈഗോയിൽ നിന്ന് മാറി നിങ്ങളുടെ ദിവ്യമായ ആത്മാവിലേക്ക് മടങ്ങുക. കാരണം ഭയം, താരതമ്യം, അസൂയ, കുറ്റബോധം എന്നിവയിൽ നിന്ന് പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ ലോ വൈബ്രേഷനിലാണ്. ലോ വൈബ്രേഷൻ കൂടുതൽ നെഗറ്റീവ് കാര്യങ്ങളെ മാത്രമേ ആകർഷിക്കൂ. എന്നാൽ സമാധാനം, നന്ദി, വിശ്വാസം എന്നിവയിൽ നിന്ന് പ്രവർത്തിക്കുമ്പോൾ അത്ഭുതങ്ങൾ നിങ്ങളെ തേടിയെത്തും. 5. മുൻകൂട്ടി നന്ദി പറയുക. വെയ്ൻ ഡയർ പറയുന്നു, സമൃദ്ധിയുടെ വാതിലുകൾ തുറക്കുന്ന താക്കോലാണ് നന്ദി. നിങ്ങൾക്ക് വേണ്ട കാര്യത്തിന് അത് ലഭിക്കുന്നതിന് മുൻപേ നന്ദി പറയുന്നത് ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന സിഗ്നൽ പ്രപഞ്ചത്തിന് നൽകുന്നു. ഉദാഹരണത്തിന്, ഒരു പുതിയ വീടാണ് വേണ്ടതെങ്കിൽ ഇന്നു മുതൽ എല്ലാ ദിവസവും അതിന് നന്ദി പറയുക. ആ വീട് നിങ്ങളുടേതായി കഴിഞ്ഞുവെന്ന് അനുഭവിക്കുക. എന്റെ മനോഹരവും ശാന്തവുമായ വീടിന് നന്ദി. സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന് നന്ദി. സ്നേഹത്തിനും ആരോഗ്യത്തിനും സമാധാനത്തിനും ഞാൻ ആഗ്രഹിക്കുന്ന എല്ലാത്തിനും നന്ദി. നന്ദി പറയുമ്പോൾ നിങ്ങൾ ഇല്ലായ്മയിൽ നിന്ന് സമൃദ്ധിയിലേക്ക് മാറുന്നു. ഫ്രീക്വൻസി മാറുമ്പോൾ യാഥാർത്ഥ്യവും മാറുന്നു. ഭാഗം 4. ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട കാര്യങ്ങൾ. വെയ്ൻ ഡയർ ഇൻസ്പയർഡ് ഡെയിലി റിച്വൽ. ഇനി വെയ്ൻ ഡയറിന്റെ ഈ അറിവുകൾ നിങ്ങളുടെ നിത്യജീവിതത്തിൽ എങ്ങനെ കൊണ്ടുവരാം എന്ന് നോക്കാം. ദിവസവും 10 മുതൽ 15 വരെ മിനിറ്റ് ഈ റുട്ടീൻ ഫോളോ ചെയ്താൽ നിങ്ങളുടെ ഫ്രീക്വൻസി തന്നെ മാറും. സ്റ്റെപ്പ് 1. രാവിലെ എഴുന്നേറ്റ ഉടൻ പ്രപഞ്ചത്തിന് നന്ദി പറയുക. കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ പറയുക, നന്ദി പ്രപഞ്ചമേ, എന്റെ ജീവിതത്തിലേക്ക് വരുന്ന എല്ലാ സമൃദ്ധികൾക്കും നന്ദി. സ്നേഹവും സമാധാനവും അത്ഭുതങ്ങളും നിറഞ്ഞ ഈ പുതിയ ദിവസത്തിന് നന്ദി. രാവിലത്തെ ആദ്യത്തെ വാക്കുകൾ ആ ദിവസത്തെ മുഴുവൻ ഊർജ്ജത്തെയും തീരുമാനിക്കുന്നു. നന്ദിയോടെയുള്ള തുടക്കം നിങ്ങളെ മിറക്കിൾ ഫ്രീക്വൻസിയിൽ എത്തിക്കും. സ്റ്റെപ്പ് അനുപാതം 2:3 വലിയ ആഗ്രഹങ്ങൾ നടന്നതായി ഭാവനയിൽ കാണുക. ദിവസത്തിൽ 3 തവണ, രാവിലെയും ഉച്ചയ്ക്കും രാത്രിയും 2 മുതൽ 3 മിനിറ്റ് വരെ നിങ്ങളുടെ ഏറ്റവും വലിയ 3 ആഗ്രഹങ്ങൾ ഭാവനയിൽ കാണുക. ആ ആഗ്രഹം നിറവേറിയതായി സങ്കൽപ്പിക്കുക. അതിന്റെ വിശദാംശങ്ങൾ കാണുക. സന്തോഷം അനുഭവിക്കുക, ചിരിക്കുക, ആസ്വദിക്കുക. അത് സത്യത്തിൽ നിങ്ങളുടെ യാഥാർത്ഥ്യമാണെന്ന പോലെ. കാരണം പ്രപഞ്ചം കേൾക്കുന്നത് വാക്കുകളെയല്ല, വൈബ്രേഷനെയാണ്. സ്റ്റെപ്പ് 3. സംശയങ്ങൾ വരുമ്പോൾ ശക്തിയോടെ മറുപടി നൽകുക. സംശയങ്ങൾ വരുന്നത് സ്വാഭാവികമാണ്. എന്നാൽ വെയ്ൻ ഡയർ പഠിപ്പിക്കുന്നത് ഇതാണ്: ഓരോ തവണ ഭയമോ സംശയമോ വരുമ്പോൾ ആത്മവിശ്വാസത്തോടെ സ്വയം പറയുക, ഞാൻ ചിന്തിക്കുന്നത് മാത്രമേ ഞാൻ ആകർഷിക്കൂ.
എന്റെ വിജയം ഉറപ്പാണ് എന്ന് ഞാൻ ചിന്തിക്കുന്നു. പ്രപഞ്ചം ഓരോ നിമിഷവും എന്നെ സഹായിക്കുന്നു. സംശയത്തെ വിശ്വാസം കൊണ്ട് വീണ്ടും വീണ്ടും മാറ്റുക. സ്റ്റെപ്പ് 4. ശക്തമായ രാത്രി അഫർമേഷനുകൾ. ഉറങ്ങുന്നതിന് മുൻപ് നിങ്ങളുടെ ഉപബോധ മനസ്സിന് ഹൈ ഫ്രീക്വൻസി ചിന്തകൾ നൽകുക. ഞാൻ ശക്തനാണ്. ഞാൻ സ്നേഹവും സമാധാനവും വിജയവും സമൃദ്ധിയും ആകർഷിക്കുന്നു. ഞാൻ ആഗ്രഹിക്കുന്നതെല്ലാം എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഡിവൈൻ ടൈമിംഗിൽ എന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് പ്രപഞ്ചത്തിന് നന്ദി. ഈ അഫർമേഷനുകൾ ഉറക്കത്തിൽ നിങ്ങളുടെ ഉപബോധ മനസ്സിനെ റീപ്രോഗ്രാം ചെയ്യും. അങ്ങനെ അടുത്ത ദിവസം രാവിലെ നിങ്ങളുടെ വൈബ്രേഷൻ കൂടുതൽ ശക്തമാകും. ടിപ്പ്: വെയ്ൻ ഡയർ സ്റ്റൈൽ. എല്ലാ ദിവസവും സ്വയം ഒരു ചോദ്യം ചോദിക്കുക. ഞാൻ എന്റെ ജീവിതത്തിന്റെ സൃഷ്ടാവാണെങ്കിൽ ഇന്ന് ഞാൻ എന്താണ് ചിന്തിക്കേണ്ടത്? എന്തനുഭവിക്കണം? എങ്ങനെ പ്രവർത്തിക്കണം? ഭാഗം 5. വെയ്ൻ ഡയറിന്റെ ഏറ്റവും ശക്തമായ വചനം: ചേഞ്ച് ദ വേ യു ലുക്ക് അറ്റ് തിങ്സ് ആൻഡ് ദ തിങ്സ് യു ലുക്ക് അറ്റ് ചേഞ്ച്. അതായത്, നിങ്ങൾ ലോകത്തെ നോക്കുന്ന രീതി മാറ്റുമ്പോൾ ലോകം തന്നെ മാറുന്നു. കാരണം ലോകം നിങ്ങളുടെ ഉള്ളിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ലോ ഓഫ് അട്രാക്ഷൻ മാജിക് അല്ല, അത് സയൻസും സ്പിരിച്വാലിറ്റിയുമാണ്. നിങ്ങളുടെ ചിന്ത, നിങ്ങളുടെ വൈബ്രേഷൻ, ഇതാണ് നിങ്ങളുടെ യാഥാർത്ഥ്യത്തിന് ജന്മം നൽകുന്നത്. ഈ വീഡിയോയ്ക്ക് ഒരേയൊരു ലക്ഷ്യമേയുള്ളൂ: നിങ്ങളാണ് നിങ്ങളുടെ വിധിയുടെ നിർമ്മാതാവ് എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുക. അതുകൊണ്ട് ബുദ്ധിപൂർവ്വം ചിന്തിക്കുക, ശക്തമായി അനുഭവിക്കുക, വിശ്വാസത്തോടെ പ്രവർത്തിക്കുക. ചേഞ്ച് ദ വേ യു ലുക്ക് അറ്റ് തിങ്സ് ആൻഡ് ദ തിങ്സ് യു ലുക്ക് അറ്റ് ചേഞ്ച്. ഇതിന്റെ അർത്ഥം ആഴത്തിൽ മനസ്സിലാക്കൂ. നിങ്ങൾ ഒരു സാഹചര്യത്തെ പ്രശ്നമായി കണ്ടാൽ അത് നിങ്ങൾക്ക് തടസ്സമായി തോന്നും. എന്നാൽ അതേ സാഹചര്യത്തെ ഒരു ഏണിയായി കണ്ടാൽ അത് നിങ്ങളുടെ വളർച്ചയ്ക്കുള്ള വഴിയായി മാറും. വെയ്ൻ ഡയറിന്റെ ഈ വചനം വെറുമൊരു മോട്ടിവേഷൻ മാത്രമല്ല, ഇത് നിങ്ങളുടെ കാഴ്ചപ്പാടിനെ തന്നെ റീസെറ്റ് ചെയ്യുന്നു. ദാരിദ്ര്യത്തെ അവസരങ്ങളുടെ ചൂളയായി കണ്ടാൽ അത് നിങ്ങളെ സ്വർണം പോലെയാക്കി മാറ്റും. ഏകാന്തതയെ സ്വയം തിരിച്ചറിയാനുള്ള അവസരമായി കണ്ടാൽ അത് നിങ്ങളെ ദൈവത്തോടടുപ്പിക്കും. പരാജയത്തെ ഒരു ഫീഡ്ബാക്കായി കണ്ടാൽ അത് വിജയത്തിലേക്കുള്ള പടവുകളാകും. സത്യമിതാണ്: പുറംലോകം എങ്ങനെയാണോ ഉള്ളത് അങ്ങനെയല്ലാത്, മറിച്ച് നിങ്ങളുടെ കാഴ്ചപ്പാട് എങ്ങനെയാണോ അങ്ങനെയാണോ ലോകം. നിങ്ങൾ കാണാൻ തിരഞ്ഞെടുക്കുന്നത് എന്താണോ അതാണ് നിങ്ങളുടെ അനുഭവമായി മാറുന്നത്. അത് തിരഞ്ഞെടുക്കാനുള്ള ശക്തി ഓരോ ദിവസവും നിങ്ങൾക്കുണ്ട്. ലോ ഓഫ് അട്രാക്ഷൻ മാജിക് അല്ല, അതൊരു ആഴമേറിയ ശാസ്ത്രമാണ്. ഇത് നിങ്ങളുടെ ചിന്തകളുടെ ഊർജ്ജത്തിലും നിങ്ങളുടെ വിശ്വാസങ്ങളുടെ ആഴത്തിലും നിങ്ങളുടെ വികാരങ്ങളുടെ ഫ്രീക്വൻസിയിലും പ്രവർത്തിക്കുന്നു. ഓരോ ചിന്തയും ഒരു വിത്താണ്. ഓരോ വികാരവും ഒരു തുള്ളി വെള്ളമാണ്. ഓരോ വിശ്വാസവും സൂര്യപ്രകാശമാണ്. ഇവയെല്ലാം ചേർന്നാണ് നിങ്ങളുടെ യാഥാർത്ഥ്യമെന്ന മരം വളർത്തുന്നത്. അതുകൊണ്ട് ചോദ്യം നിങ്ങൾക്ക് എന്തു വേണം എന്നതല്ല, മറിച്ച് നിങ്ങൾ എന്തിനാണ് യോഗ്യൻ എന്ന് നിങ്ങൾ സ്വയം കരുതുന്നു എന്നതാണ്. നിങ്ങളുടെ വിധി പുറത്തുനിന്നല്ല വരുന്നത്, അത് നിങ്ങളുടെ ഉള്ളിൽ നിന്നാണ് ജനിക്കുന്നത്. നിങ്ങൾ സാഹചര്യങ്ങളുടെ ഇരയായ ഒരു മനുഷ്യനല്ല. പ്രപഞ്ചത്തിന്റെ ഊർജ്ജത്തിന് നിർദ്ദേശം നൽകാൻ കഴിവുള്ള ആത്മാവാണ് നിങ്ങൾ. അതുകൊണ്ട് നിങ്ങളുടെ ചിന്തകളെ രഹസ്യമായി കാണുക, വികാരങ്ങളെ ശക്തമാക്കുക, നിങ്ങളുടെ ഭാവനകളെ സത്യമാകാൻ അനുവദിക്കുക. കാരണം നിങ്ങളാണ് നിങ്ങളുടെ വിധിയുടെ നിർമ്മാതാവ്. ഈ വാക്കുകൾ നിങ്ങളുടെ ആത്മാവിൽ തട്ടിയിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതുക: ഞാൻ എന്റെ യാഥാർത്ഥ്യത്തിന്റെ നിർമ്മാതാവാണ്. അപ്പോൾ പ്രപഞ്ചവും കേൾക്കട്ടെ നിങ്ങൾ സ്വന്തം ശക്തി തിരിച്ചറിഞ്ഞുവെന്ന്. ഈ വീഡിയോ നിങ്ങളുടെ ചിന്തകളെ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ, ഇതിലെ ഒരു കാര്യമെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിൽ തട്ടിയിട്ടുണ്ടെങ്കിൽ, ഈ ഊർജ്ജത്തെ പടരാൻ അനുവദിക്കൂ. ഈ വീഡിയോ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. ലോ ഓഫ് അട്രാക്ഷൻ നിങ്ങൾ എപ്പോഴെങ്കിലും സത്യത്തിൽ അനുഭവിച്ചിട്ടുണ്ടോ? ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്യൂ. അങ്ങനെ മറ്റുള്ളവർക്കും അവരുടെ ഉള്ളിലെ ശക്തിയെ തിരിച്ചറിയാൻ കഴിയട്ടെ.